പാവം ഗംഗ. ഇവിടെ ഈ വേദന മുഴുവൻ അനുഭവിക്കുന്നത് എനിക്കും മാളുവിനും വേണ്ടിയാ. ഗംഗയ്ക്ക് ഒരിക്കലും എന്നെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. സ്വയം വേദനിച്ചാലും എനിക്കോ മോൾക്കോ വിഷമം ഉണ്ടാക്കുന്നതൊന്നും എൻ്റെ ഗംഗ ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും എനിക്ക് നിന്നെ മാറ്റി നിർത്തേണ്ടി വരുന്നല്ലോ. നീ എന്തിനാ രാഹുലിൻ്റെ കാര്യം എന്നോട് മറച്ചു വെച്ചത്? എനിക്ക് എന്തും എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? നീ അത് മറച്ചു വെച്ചപ്പോൾ ഞാനൊരു അന്യനായതുപോലെ എനിക്ക് തോന്നി. അതാ എന്നെ അത്രയും വേദനിപ്പിച്ചത്. മനഃപൂർവ്വം ഞാൻ നിന്നെ അകറ്റി നിർത്തിയതല്ല. എൻ്റെ സാഹചര്യം അത് നിനക്കറിയാമെന്ന് ഞാൻ കരുതി. അതിൻ്റെ പേരിലാണോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നീ സ്വയം അങ്ങനെ ഇല്ലായ്മ ചെയ്താൽ ഒപ്പം മരിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെയും മനസ്സാ. അത് നീ മറക്കുന്ന എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ഒരിക്കൽ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ട മാളുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ടുവന്നോളാം നീ. നീ അറിഞ്ഞുകൊണ്ട് അവളെ വീണ്ടും വേദനയിലേക്ക് തള്ളിവിടുവോ? എന്താ പറ്റിയത്? ഗംഗയ്ക്ക് വയ്യാതായെന്ന് എല്ലാരും പറഞ്ഞല്ലോ. എന്താ അച്ഛാ ഗംഗയ്ക്ക് പറ്റിയത്? ഗംഗേ, എഴുന്നേക്ക് ഗംഗേ. മോള് വിളിക്കുന്നേ. എന്നെ സങ്കടപ്പെടുത്തല്ലേ ഗംഗേ. ഗംഗ കണ്ണു തുറക്ക്. എന്താ പറ്റിയത്? പറ ഗംഗേ. എഴുന്നേക്ക് ഗംഗേ. ഗംഗയ്ക്ക് എന്താ പറ്റിയെന്ന് പറ. അച്ഛൻ മിണ്ടാതിരുന്നിട്ടാണോ ഗംഗയ്ക്ക് വയ്യാതായത്? അല്ല മാളു, ഇത് പെട്ടെന്ന് അറിയാതെ ഒരു അപകടം സംഭവിച്ചതാ. അല്ല, അച്ഛൻ മിണ്ടാതിരുന്നിട്ടാ. അച്ഛ, ഇനി അച്ഛൻ ഗംഗയോട് മിണ്ടായിരുന്നാലേ അച്ഛനോട് ഞാനും മിണ്ടില്ല.
അച്ഛന്റെ പിണക്കം മാറിയെന്ന് തോന്നുന്നു. ഞാൻ വരുമ്പോ അച്ഛൻ ഇവിടെ ഗംഗയുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. മഹിയേട്ടന്റെ ദേഷ്യം കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. കുറച്ചു തുടങ്ങിയാ പോരാ, മുഴുവൻ പിണക്കവും മാറണം. അച്ഛന്റെ പിണക്കമെല്ലാം ഞാൻ മാറ്റിത്തരാട്ടോ. ഗംഗ സന്തോഷത്തോടെ ഇരുന്നാ മതി. മാളു സ്കൂളിൽ നിന്ന് വരുന്ന വഴിയില്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ? വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, എന്നിട്ട് ആഹാരം കഴിക്കാം. ഗംഗ കഴിച്ചോ? ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, ഗംഗയും കഴിക്കണം. നമുക്കൊന്നിച്ച് കഴിക്കാം. ഞാൻ ഗംഗയ്ക്ക് വാരിത്തരാട്ടോ. ഞാൻ വേഗം റെഡി ആയിട്ട് വരാമേ. അച്ഛാ, എനിക്ക് വാരി തരുമോ? പിന്നെന്താ, തരാലോ. ചുമ്മാ നോക്കിയൊന്ന് രസിക്കാതെ എനിക്ക് വാരി തന്നെ. വേദനിച്ചോ? ഇല്ല. വാരിത്തര. ഇനി അച്ഛൻ ഗംഗയ്ക്ക് വാരി കൊടുത്തേ. എന്താ കൊടുക്കില്ലേ? കൊടുക്കാം. ഗംഗെ, അച്ഛൻ്റെ അടുത്ത് നിൽക്ക്. വിളിക്കച്ചാ. വരൂ. ഇനി ഞാൻ അച്ഛന് വാരി തരട്ടെ? പിന്നെന്താ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഗംഗയ്ക്ക് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മാളൂനി എന്നെയും തനിച്ചാക്കി ഗംഗ ഒരിക്കലും ഒരു അപകടം തനിച്ചുണ്ടാക്കില്ല. അപ്പൊ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തായിരിക്കും? മോനെ മഹി, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ, ഞാൻ ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതാ. അമ്മയ്ക്ക് മനസ്സിലായി. നീ ഗംഗയെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? അതെ. സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ മോനെ? ഗംഗ നിന്നോടുള്ള ദേഷ്യം തീർക്കാൻ ശ്രമിച്ചതാ. എന്നോടുള്ള ദേഷ്യം? അതെ, നീ അവളെ അവഗണിച്ചതിനും മാറ്റി നിർത്തിയതിനുമുള്ള പകപോക്കൽ. അവൾക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ അത് ബാധിക്കുന്നത് നിന്നെയാ. അതിനുവേണ്ടിയാ അവൾ ഈ നാടകം കളിച്ചത്. ഗംഗ അങ്ങനെ ചെയ്യില്ലമ്മേ. നിനക്കിപ്പോഴും അവളെ മനസ്സിലായില്ലേ മോനെ? നീ കരുതുന്ന ഗംഗയല്ല അവളെന്ന് രാഹുലിന്റെ കാര്യത്തിലൂടെ നമുക്ക് ബോധ്യമായതല്ലേ? നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലല്ലേ അവൾ നിന്നെ ചതിച്ചത്? ഇപ്പോൾ ഇവിടെ നടന്നതും അത്തരത്തിലൊരു ചതിയാ. അതേ മഹി, അവള് സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു.
അതും നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി. സ്വന്തം ജീവൻ പണയപ്പെടുത്തി അങ്ങനെ ഒരു നാടകം കളിക്കുന്നതുകൊണ്ട് ഗംഗയ്ക്ക് എന്താ ലാഭം? ഇതൊരു തരം മാനസിക രോഗമാണ് മോനെ. നിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും പിണക്കം മാറ്റാനും ഗംഗ കണ്ടെത്തിയ ബുദ്ധി. നീ അതിൽ വീണു പോകരുത് മോനെ. മഹിയേട്ടാ, ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ കള്ളമാണ്. ഗംഗയ്ക്ക് ഒരു അസുഖവും ഇല്ല. അതിനുവേണ്ടി ആരെങ്കിലും ഇങ്ങനൊക്കെ ചെയ്യൂ? സ്വബോധമുള്ള ആരും ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാ ഗംഗയ്ക്ക് എന്തോ മാനസിക രോഗമാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അധികം താമസിക്കാതെ അവളെ ഇവിടുന്ന് പുറത്താക്കുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ അവള് കാണിക്കുന്ന ഭ്രാന്തിന്റെ പേരിൽ നീ പോലീസിൽ കുടുങ്ങും. നമ്മൾ കരുതിയതുപോലെ ഒന്നും അറിയാത്ത നാട്ടുംപുറത്തുകാരി പാവം പെണ്ണൊന്നും അല്ല അവള്. അവളുടെ മനസ്സിൽ വ്യക്തമായ പ്ലാനുകളുണ്ട്. ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ചാ നിനക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗംഗയെക്കുറിച്ച് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ചിന്തിക്കണം മോനെ, അല്ലെങ്കിൽ പ്രശ്നം നമുക്ക് മാത്രമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗംഗയെ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു. ഇന്നലെ വരെ അവളെ വേർതിരുന്ന നീ ഇപ്പോ അവളെക്കുറിച്ച് ചിന്തിച്ചില്ലേ? അത് തന്നെ അവളുടെ വിജയമല്ലേ? കൂടെ നിന്ന് ചതിക്കുന്ന അവളെ നീ ഉപേക്ഷിക്കണമെന്ന് തന്നെ എന്റെ അഭിപ്രായം. അമ്മ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി എന്താ ഒരു പക്ഷേ? ഒരാൾക്ക് അസുഖം വന്നാൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങണം. അത് മനസ്സിനായാലും ശരീരത്തിനായാലും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി മോൻ തന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക. ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിലേതായിരിക്കും ശരി? അമ്മ പറഞ്ഞതുപോലെ ഗംഗയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അതോ അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? മഹിയേട്ടാ, ഗംഗയ്ക്ക് ഒരു കുഴപ്പമില്ല. സത്യത്തിൽ അവൾ അപകടത്തില. മഹിയേട്ടൻ വേണം അവളെ രക്ഷിക്കാൻ. എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങൾ ഗംഗയെ അറിയിക്കണം. ചേച്ചി, ഇവിടെ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് ഗംഗെ. ഗൂഢാലോചനയോ? അതെ, നിന്നെ ഇവിടുന്ന് പുറത്താക്കണം. അതാ അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിന്നെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക അവര്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൗരി ചേച്ചി. നീ ഇനി നന്നായി സൂക്ഷിക്കണം ഗംഗെ. മഹിയേട്ടന്റെ മുന്നിൽ പോലും നിന്നൊരു രോഗിയാക്കി മാറ്റുക അവര്. അവര് സംസാരിക്കുന്നത് ഞാൻ നേരിൽ കേട്ടത്. മഹിയേട്ടന് മറ്റാര് പറയുന്നതിനേക്കാളും വിശ്വാസം അമ്മയാണ്. അതറിയാവുന്ന ആ ദേവയാനി മഹിയേട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കും. എനിക്ക് മനസ്സിലായി ചേച്ചി. അപ്പൊ നമുക്ക് മുന്നിൽ ഇനി അധിക സമയമില്ല. എത്രയും പെട്ടെന്ന് കൊലപാതകി ആരാണെന്ന് കണ്ടെത്തണം. ഇവളിതാരോടാ സംസാരിക്കുന്നത്? ഇന്നിതറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അതെ ഗംഗെ, അല്ലെങ്കിൽ അത് നിന്റെ ജീവന് കൂടി ആപത്താ. ഗൗരി ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലായി. ഗൗരിയോ? അപ്പോൾ ഗൗരിയോടാണോ സംസാരിക്കുന്നത്? കൊലപാതകത്തിന് പിന്നിൽ ദേവയാനി ആന്റി അല്ലെങ്കിൽ അത് ഉറപ്പായും ഹൈമവതി ആന്റിയോ ശ്രേയോ തന്നെയായിരിക്കും. അതെ, നീ മരിച്ച ലാഭം അവർക്ക് തന്നെയാ. മഹിയേട്ടന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയതുപോലെ നിന്നെയും അവർക്ക് ഒഴിവാക്കണം. അതെ, അപ്പം നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. ശ്രേയയുടെയും ഹൈമവതി ആന്റിയുടെയും മേൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവണം. അവരടുത്ത നീക്കം നടത്തുന്നതിന് മുൻപ് എല്ലാം തെളിവ് സഹിതം മഹിയേട്ടനെ ബോധിപ്പിക്കണം. അത് തന്നെയാ വേണ്ടത്. എന്റെ കൊലപാതകത്തിനും ഇപ്പോ നിന്നെ ഉപദ്രവിക്കുന്നതിനും പിന്നിൽ
ആരായാലും നമുക്കത് കണ്ടെത്തിയേ മതിയാവും. ഗൗരിയും ഗംഗയും തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമാ. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും. എന്താ മോളെ, എന്താ ആലോചിക്കുന്നേ? അമ്മ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ കാര്യം പറ. ആ ഗംഗ ഗൗരിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞേ? അതെ അമ്മ, ഇന്ന് ഗംഗ തനിയെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാ ഞാൻ ശ്രദ്ധിച്ച. അവള് തനിച്ചു നിന്ന് സംസാരിക്കുന്നത് ഗൗരിയോടാ. എന്റെ ദൈവമേ, സംസാരം തുടങ്ങിയോ? ഇനി നമ്മൾ സൂക്ഷിക്കണം. അതെ, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനിയൊരു പക്ഷേ അവള് നിന്നെ ഒന്ന് പറ്റിക്കാൻ ഗൗരിയോട് സംസാരിക്കുന്നതായിട്ട് അഭിനയിച്ചതായിരിക്കോ? അല്ലമ്മേ, ഞാൻ വ്യക്തമായി കേട്ടതാ. ഗംഗ എന്നെ കണ്ടിട്ട് പോലുമില്ല. പണ്ടവൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോ അവക്ക് ഭ്രാന്താണെന്നാ ഞാൻ കരുതിയത്. എന്നാ അതല്ല കാര്യമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്നാലും മോളെ, പ്രേതത്തിനോട് അങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുമോ? അമ്മയ്ക്ക് അത്ര സംശയമാണെങ്കിൽ ആ ഗംഗയോട് പോയി ചോദിക്കും. എന്റെ അമ്മ, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അവള് കാര്യമായി ഒരാള് മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിലല്ലേ ഗംഗ ഗൗരിയോട് സംസാരിച്ചത്. ശരിയായിരിക്കും. ആ ഗൗരിയുടെ ആത്മാവ് ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുകയല്ലേ. എന്നാലും സ്വന്തം ഭർത്താവിന്റെ രണ്ടാം ഭാര്യയോട് കൂട്ടുകൂടാൻ ആ ഗൗരിയുടെ ആത്മാവിന് എങ്ങനെ പറ്റുന്നു? എന്റെ അമ്മ, അതാണ് ഇപ്പൊ നമ്മുടെ കാര്യം. അവര് രണ്ടുപേരും കൂടി ചേർന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മളാ. അതമ്മ മറന്നോ? ഗംഗയുടെ കയ്യിലുള്ള ആ ഡയറി ഇത്രയും പെട്ടെന്ന് കൈക്കലാക്കണം, അല്ലെങ്കിൽ അത് അപകടവാ. അതെ, അത് മാത്രം പോരും മോളെ. എന്നേക്കുമായി ഗൗരിയെ തളയ്ക്കുകയും വേണം. അതിനുള്ള ഏർപ്പാട് ഉടനെ ചെയ്യണം. അവൾ അലഞ്ഞു നടക്കുന്നത് നമുക്ക് ആപത്താ. എത്രയും വേഗം വേണ്ടത് ചെയ്തേ മതിയാവും. അപ്പോ നിങ്ങൾ പറയുന്നത് ഗൗരിയും ഗംഗയുമായി സംസാരിക്കാറുണ്ടെന്നാണോ? അതെ, അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാ. അപ്പോ നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം. മനുഷ്യരുമായി ഗൗരിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗൗരി അത്രയ്ക്കും ശക്തിയായി എന്നാണ്. അതുമാത്രമല്ല, ഗൗരിയുടെ സംസാരം ഗംഗയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ശക്തി ഉണ്ടാവണം. അത് ശരിയാ. ഏത് സമയവും ശ്രീ മഹേശ്വര ശ്രീ മഹേശ്വര എന്ന് വിളിച്ചു വിളിച്ച് അവക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അതെ, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതൊക്കെ അറിയാം. ഗംഗയുടെ കാര്യത്തില് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും, കാരണം അവള് മനുഷ്യനാണല്ലോ. പക്ഷെ ഗൗരി അങ്ങനെയല്ല. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തളച്ചു തരണം. അതത്ര നിസ്സാരമല്ല. ഇതിനു മുമ്പ് നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ആ ആത്മാവിനെ ബന്ധിച്ചതാണ്. പക്ഷേ അത് മോചിക്കപ്പെട്ടു. അതിന് കാരണം നിങ്ങളുടെ പിടിപ്പുകേടാണ്. ഓരോ തവണയും മോചിപ്പിക്കപ്പെടുമ്പോ ഗൗരി കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞില്ലേ, അതോർത്തിട്ട് ഇനി കാര്യമില്ലല്ലോ. മുന്നോട്ടുള്ള കാര്യങ്ങൾ വേണം ഇനി ചിന്തിക്കാൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടി അവളെ ഒന്ന് തളച്ചു തരണം.